എല്ലാവർക്കും നമസ്കാരം. എനിക്കിഷ്ടപ്പെട്ട 3 ത്രില്ലേഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമയാണ് ദ ബെഡ്റൂം വിൻഡോ. 1987 സിനിമ റിലീസ് ചെയ്യുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് സ്റ്റീവൻ ഗട്ടൻബർഗും എലിസബത്ത് മിഗ്ഗവണുമാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുന്നതിനും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഓരോ സിനിമയുടെയും കഥയുടെ ഓരോ സർട്ടൻ പോയിന്റ് വരെ പറയും. കഥ മുഴുവൻ പറയില്ല, പക്ഷെ ഒരു സർട്ടൻ പോയിന്റ് വരെ ഞാൻ പറയും. മേ ബി അതിൽ സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കാണാൻ. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്തായാലും കഥയിലേക്ക് കിടക്കാം. ടെറി എന്ന ചെറുപ്പക്കാരനും അയാളുടെ ബോസിൻ്റെ വൈഫായ സിൽവിയയും തമ്മിൽ കടുത്ത പ്രണയത്തിലാണ്. പക്ഷേ ഇവരുടെ അഫയറിൻ്റെ കാര്യം ആർക്കും അറിയില്ല. ഒരു ദിവസം സിൽവിയ തൻ്റെ ഹസ്ബൻഡ് അറിയാതെ ടെറിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ്. അന്ന് രാത്രി ടെറി ബാത്റൂമിലായ സമയത്ത് ഒരു നിലവിളി കേട്ട് സിൽവിയ ഓടി ബെഡ്റൂമിൻ്റെ വിൻഡോൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവിടെ അപ്പാർട്ട്മെൻറ്റിന് താഴെ ഒരാൾ ഒരു പെൺകുട്ടിയെ ആക്രമിക്കുന്നത് അവൾ കാണുകയാണ്. അവൾ പെട്ടെന്ന് വിൻഡോ തുറക്കുകയാണ്. ആ ശബ്ദം കേട്ടതും അയാൾ സിൽവിയയെ കാണുന്നു. അയാൾ അവളെ കണ്ടതും പേടിച്ച് ആ പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. അന്ന് രാത്രി സിൽവിയ ടെറിയുമായി ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ടെറിയുടെ അപ്പാർട്ട്മെൻറ്റിന് താഴെ വെച്ചൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ടെറി വായിക്കാൻ ഇടയാവുകയാണ്. തലേന്ന് രാത്രി ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന് ടെറി സംശയിക്കുകയാണ്. അവൻ ഉടനെ പോലീസിനെ വിളിക്കുകയാണ്. താൻ തലേന്ന് രാത്രി തൻ്റെ അപ്പാർട്ട്മെൻറ്റ് താഴെ വെച്ചൊരു പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നത് കണ്ടു എന്നും പോലീസിനോട് പറയുകയാണ്. കണ്ടത് തൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്നുള്ള സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് രാത്രി സിൽവിയ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നെന്നും തങ്ങൾ തമ്മിൽ അഫയർ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിയും. അതുകൊണ്ടാണ് ടെറി അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. പക്ഷേ ടെറിയുടെ കണക്കൂട്ടൽ മൊത്തം തെറ്റിപ്പോകുന്നത് പോലീസ് ടെറിയെ പോലീസ് ലൈനപ്പിനെ വിളിക്കുമ്പോഴാണ്. അതായത് ഐഡൻറ്റിറ്റി പരേഡ്. പോലീസ് തൻ്റെ ലിസ്റ്റിലുള്ള എല്ലാ ക്രിമിനൽസിനും നിരത്തി നിർത്തി വിറ്റ്നസിനോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്ന പരിപാടി. ടെറി സത്യത്തിൽ പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അയാൾക്ക് യഥാർത്ഥ കുറ്റവാളിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ടെറി ആകെ ഡിസപ്പോയിൻറ്റഡ് ആവുകയാണ്. പക്ഷെ ഐഡൻറ്റിറ്റി പരേഡിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു ക്രിമിനലിനെ സംശയം തോന്നിയ ടെറി ഫോളോ ചെയ്യുന്നു. ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്നൊരു സിനിമയാണ് ദ ബെഡ്റൂം വിൻഡോ. മിസ്റ്ററി ത്രില്ലേഴ്സ് നിങ്ങളുടെ ഫേവറേറ്റ് ജോണർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ സിനിമ റെക്കമെൻഡ് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന രണ്ടാമത്തെ സിനിമയാണ് കിൽ മീ അഗെയിൻ. 1989 സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. വയലന്റ് ക്രിമിനലായ വിൻസും അയാളുടെ ഗേൾ ഫ്രണ്ടും കൂടി ഇവരെയൊക്കെ അപകടകാരികളായ 2 ക്രിമിനൽസിൻ്റെ കയ്യിൽ നിന്നും ഹ്യൂജ് എമൗണ്ട് മോഷ്ടിക്കുകയാണ്. മോഷ്ടിക്കുന്നതിനിടെ വിൻസ് അതിലൊരാൾ വെടിവെച്ച് കൊല്ലുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷേ വിൻസിൻ്റെ ഗേൾ ഫ്രണ്ട് ഫേ വിൻസിൻ്റെ ബാത്റൂമിൽ വെച്ചൊരു വലിയ കല്ലുകൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തുകയാണ്. എന്നിട്ട് അയാളുടെ കയ്യിലെ പണം അടങ്ങിയ സ്യൂട്ട് കേസുകൊണ്ട് അവിടെ നിന്ന് മുങ്ങുകയാണ്. ഫേക്ക് വ്യക്തമായ പ്ലാൻസ് ഉണ്ടായിരുന്നു. സ്വന്തം ഡെത്ത് ഫേക്ക് ചെയ്യുക അതായിരുന്നു അവളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനുവേണ്ടി അവൾ ജാക്ക് ആൻഡ്രൂസ് എന്നൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ അപ്രോച്ച് ചെയ്യാണ്. ജാക്ക് ആണെങ്കിൽ വിഡോഡ് ആയ ഒരു ഗിൽറ്റ് റിഡൻ ആയ വ്യക്തിയായിരുന്നു. ഒരു കാർ അപകടത്തിൽ വെച്ച് അയാളുടെ വൈഫ് പണ്ട് മരിച്ചിരുന്നു. സ്വന്തം ഭാര്യയെ രക്ഷിക്കാനായില്ല എന്ന കുറ്റബോധം അയാളെ ജീവിതം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ കാണാനാണ് ഫേ വരുന്നത്. ഫേ ജാക്കിനോട് വന്നിട്ട് പറയുന്ന ഒരു കള്ള കഥയാണ്. താൻ തൻ്റെ അബ്യൂസീവായ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെന്നും തനിക്ക് തൻ്റെ ഡെത്ത് ഫേക്ക് ചെയ്യാൻ സഹായിക്കണമെന്നും അങ്ങനെയാണെങ്കിൽ തനിക്ക് പുതിയൊരു ജീവിതം തുടങ്ങാമെന്നും ജാക്കിനോട് പറയുകയാണ്. ജാക്കിന് അവളുടെ കഥ അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ലെങ്കിലും അവളെ സഹായിക്കാമെന്ന് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ജാക്ക് അവളുടെ കയ്യിൽ നിന്ന് 10 ഗ്രാൻഡ് പ്രതിഫലമായിട്ട് വാങ്ങുകയാണ്. ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് മതിയെന്ന് പറയണം. അങ്ങനെ ഒരു മോട്ടലിൽ വെച്ചിട്ടാണ് ഫേ തൻ്റെ ഡെത്ത് ഫേക്ക് ചെയ്യുന്നത്. സഹായത്തിനായി ജാക്കും കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ജാക്ക് തനിച്ച് എവിഡൻസ് എല്ലാം ഒരു കാറിൽ ഒളിപ്പിച്ച ശേഷം കാർ ഒരു ലേക്കിലേക്ക് തള്ളി വിടുകയാണ്. അതിനുശേഷം തനിക്ക് ബാക്കി കിട്ടാനുള്ള പണത്തിനായിട്ട് അവളെ കാണാൻ ചെല്ലുമ്പോഴാണ് അവൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ള കാര്യം ജാക്ക് തിരിച്ചറിയുന്നത്. പിറ്റേന്ന് രാവിലെ ഫെയിൻ്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് പോലീസ് ജാക്കിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ മതിയായ എവിഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവന് വെറുതെ വിടുകയാണ്. പക്ഷെ ഫെയുടെ സൈക്കോട്ടിക് ബോയ് ഫ്രണ്ടായ വിൻസ് ഫെയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തയും അതിൽ ജാക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റും പത്രത്തിൽ വായിക്കാൻ ഇടയാവുകയാണ്. ഇത് ജാക്കും ഫെയും ചേർന്ന് കളിച്ചൊരു ഡ്രാമയാണ് തിരിച്ചറിയുന്ന വിൻസ് ജാക്കിനെ തേടി ഇറങ്ങുകയാണ്. ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്നൊരു സിനിമയാണ് കിൽ മീ അഗെയിൻ. ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ബോർ അടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു കിടിലൻ ത്രില്ലർ മൂവിയാണ് കിൽ മീ അഗെയിൻ. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സിനിമയെക്കുറിച്ച് കൂടി നിങ്ങൾ സംസാരിക്കാനുണ്ട്. സൈഡ് എഫക്ട്സ് എന്നാണ് സിനിമയുടെ പേര്. അമേരിക്കൻ സൈക്കോളജിക്കൽ ത്രില്ലറാണ് സൈഡ് എഫക്ട്സ്. നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം. എമിലി ടൈലർ എന്ന ഡിപ്രസ്ഡ് ആയ പെൺകുട്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുകയാണ്. അവളുടെ അസൈൻ സൈക്കാട്രിസ്റ്റായ ജോനാഥൻ അവൾക്ക് കുറച്ച് ആൻറ്റി ഡിപ്രസൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ അതൊന്നും വർക്ക് ആവുന്നില്ല. സോ ജോനാഥൻ അവളുടെ പ്രീവിയസ് സൈക്കാട്രിസ്റ്റായ വിക്ടോറിയ പോയി കാണുകയാണ്. വിക്ടോറിയ അബ്ലിക്സ എന്ന പുതിയ എക്സ്പെരിമെൻ്റൽ ഡ്രഗ് അവൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയാണ്. ആ മരുന്ന് ആക്ച്വലി അവൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ അതിൻ്റെ സൈഡ് എഫക്റ്റായി എമിലി രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം സ്ലീപ്പ് വാക്കിങ്ങിനിടെ അവൾ തൻ്റെ ഭർത്താവിനെ കത്തിക്കൊണ്ട് കുത്തുകയാണ്. അയാൾ മരിക്കുന്നു.
അങ്ങനെ കോർട്ടിൽ വെച്ച് ജോനാഥൻ അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ മെൻ്റൽ ഡിസോർഡർ ഡിഫൻസ് എടുത്ത് എമിലി കുറ്റവിമുക്തയാവാണ്. പക്ഷെ ജോനാഥൻ്റെ കരിയർ അവിടെ അവസാനിക്കുന്നു. അയാളുടെ നെഗ്ലിയൻസ് കാരണം എമിലി എന്നൊരു പാവം പെൺകുട്ടി ജീവിതം തകർന്നു എന്നുള്ള പഴി അയാൾ കേൾക്കേണ്ടി വരികയാണ്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതൊരു ഇംപ്ലിക്കേഷൻ ആയിരുന്നു എന്നുള്ള കാര്യം ജോനാഥൻ തിരിച്ചറിയാണ്. തന്നെ ആരൊക്കെ ചേർന്ന് കരുവാക്കിയതാണെന്നും അയാൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ജോനാഥൻ തൻ്റെ നഷ്ടപ്പെട്ടു പോയ റെപ്യൂട്ടേഷനും കരിയറും തിരിച്ചു പിടിക്കാനും തന്നെ ഇംപ്ലിക്കേറ്റ് ചെയ്തവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനും സത്യം പുറത്തു കൊണ്ടുവരാനും ശ്രമിക്കുകയാണ്. സ്റ്റീവൻ സോഡർബർഗ് ഡയറക്റ്റ് ചെയ്ത് 2013 റിലീസായ സൈഡ് എഫക്ട്സ് നല്ല കിടിലൻ മൂവിയാണ്. അവസാന നിമിഷം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലർ തന്നെയാണ് സിനിമ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട 2-3 സിനിമകൾ ഞാൻ റെക്കമെൻഡ് ചെയ്തു. കാണാൻ താല്പര്യമുള്ളവർ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.